സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ പല താരങ്ങളെയും വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. കിരീട വരൾച്ചയുടെ നീണ്ട കാത്തിരിപ്പ് അവസാനിക്കുമെന്ന പ്രതീക്ഷയോടെ തങ്ങളുടെ താരങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ആരാധകർക്ക് ഇത്തവണയും നിരാശയാണ് സമ്മാനിച്ചത്. തുടർ പരാജയങ്ങൾക്കൊടുവിൽ ആരാധകർ പ്രതിഷേധങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയപ്പോൾ ഇതിനിടയിൽ കുടുങ്ങിപ്പോയ നിരവധി താരങ്ങളുമുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ. കളിക്കാരുടെ പ്രകടനം മോശമാവുമ്പോഴാണ് ടീമിൻ്റെ പ്രകടനവും മോശമാവുന്നത്. എന്നാൽ ചില താരങ്ങൾ വരുത്തുന്ന പിഴവ് മൂലം ടീം പരാജയപ്പെടുമ്പോൾ അത് ടീമിൽ മികച്ച രീതിയിൽ കളിക്കുന്ന മറ്റ് താരങ്ങളെയും ബാധിക്കാറുണ്ട്. ഇത്തരത്തിൽ ടീമിൻ്റെ പ്രകടനം മോശമായതോടെ വ്യക്തിപരമായി കരിയറിനെ ബാധിച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ജീസസ് ജിമനസ്. സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത്. സീസണിൽ ഇതുവരെ 11 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 1 അസിസ്റ്റും സമ്പാദിച്ച ജീസസ് നിലവിൽ ISLലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. മറിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റേതെങ്കിലും ക്ലബ്ബിലാണ് ജിമനസ് എത്തിയിരുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിന് വലിയ തരത്തിൽ അത് ഗുണം ചെയ്തേനെ. ഇതിൽപ്പെടുന്ന മറ്റൊരു താരമാണ് നോവ സൊതോയ്. ബ്ലാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി എന്ന് നോവ കരുതിയാലും തെറ്റില്ല. നോവയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച മറ്റൊരു ടീമിനെ താരം അർഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരങ്ങൾ കൂടിയുണ്ട്, കോറു സിംഗും നവോച്ച സിംഗും. ഇതിൽ കോറു സിംഗിൻ്റെ വളർച്ചയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു ഘടകമായിട്ടുണ്ട് എങ്കിലും വലിയ ടാലൻ്റ് ഉള്ള താരമാണ് കോറു. ISL ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിൻ്റെ അസിസ്റ്റ് കോറുവിൻ്റെ പേരിലാണ്. ബ്ലാസ്റ്റേഴ്സിന് പകരം മറ്റേതെങ്കിലും ടീമിലാണ് താരമെങ്കിൽ കൂടുതൽ ശ്രദ്ധ ലഭിച്ചേനെ. ലെഫ്റ്റ് വിങ്ങിലെ കഠിനാധ്വാനിയാണ് നവോച്ച സിംഗ്. പലപ്പോഴും ഡിഫൻസിൻ്റെ മോശം പ്രകടനത്തിൽ പഴി കേൾക്കുന്നുണ്ട് എങ്കിലും മികച്ച രീതിയിൽ ഡിഫൻസ് കളിക്കുന്ന ടീമിലാണ് താരം കളിക്കുന്നത് എങ്കിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ നവോച്ചയ്ക്ക് സാധിക്കുമായിരുന്നു. ഇവരിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് തീർച്ചയായും നോവയുടെയും ജിമനസിൻ്റെയും കാര്യം തന്നെയാണ്. ഇരുവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോയെന്ന്. നല്ല കളിക്കാർക്ക് എവിടെ കളിച്ചാലും പണം കിട്ടും. എന്നാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ പ്രകടനം കൂടി തങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നത് യാതൊരു സംശയവുമില്ല.